കർത്താവിൻ്റെ ദാസൻ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനം എഴുതുവാനുണ്ടായ ഒരു കാലഘട്ടം ഒരു പശ്ചാത്തലമുണ്ട്. ആമേൻ. ദാവീദ് വളരെ ജയാളിയായി ചെല്ലുന്നിടത്തെല്ലാം തൊടുന്നിടത്തെല്ലാം വലിയ വിജയവും ശത്രുവിൻ്റെ മേലെല്ലാം വിജയഘോഷമൊക്കെ കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം. ആമേൻ. ഏലിയാവിൻ്റെ എൻട്രി എങ്ങനെയായിരുന്നോ അതുപോലെയായിരുന്നു ദാവീദിൻ്റെയും രംഗപ്രവേശനം. ആമേൻ. ഏലിയാവ് പ്രവേശനം ചെയ്യുമ്പോൾ തിരുവചനം പറയുന്നത് എങ്ങനെയാണ്? തിസ്പ്യനായ ഏലിയാവ് ഒരു തിരശ്ശീല പൊങ്ങുന്നു. ഇതാ കാലഘട്ടത്തെ വിറപ്പിക്കുന്ന ബാലിന്റെ പ്രവാചകന്മാരെ അരിഞ്ഞു വീഴ്ത്താൻ ശക്തിയുള്ള പ്രാർത്ഥനയുടെ മലമുകളിൽ മുഴങ്കാലുകൾക്കിടയിൽ പ്രാർത്ഥിച്ച് ശത്രു സൈന്യത്തെ ഒറ്റ വാക്കിനാൽ കീഴടക്കാൻ കഴിവുള്ള ആ ഏലിയാവ് രംഗപ്രവേശനം ചെയ്യുന്നത് ഒരൊറ്റ സെക്കൻഡ് കൊണ്ടാണ്. എന്നാൽ അതുപോലെ തന്നെ ആമേൻ ദാവീദ് എന്ന പവിഴ നിറമുള്ള കോമളരൂപനായ ഈ കൊച്ചു ബാലൻ രംഗപ്രവേശനം ചെയ്യുന്നത് കയ്യിൽ ശക്തനായ ഒരു ധീരനായ ഒരു പടയാളിയുടെ തലയോട്ടി കയ്യിൽ പിടിച്ചുകൊണ്ടാണ്, അല്ലേ? അങ്ങനെയാണ് ആ മനുഷ്യനെ ലോകം അറിയുന്നത്. ആമേൻ. ഇസ്രായേൽ നിരകളുടെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ നിന്ദിച്ച് ഇസ്രായേൽ ജനത്തിന്റെ ദൈവത്തെ പുച്ഛിച്ച് പഴിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ആമേൻ ഗോലിയാത്തിന്റെ തലവെട്ടി കയ്യിൽ പിടിച്ചുകൊണ്ട് ശത്രു രാജ്യങ്ങൾക്കെല്ലാം തലവേദനയായി, ശത്രു രാജ്യങ്ങൾക്കും രാജാക്കന്മാർക്കും പേടി സ്വപ്നമായി മാറിയ ശക്തനായ ഒരു രാജാവായിരുന്നു ദാവീദ് എന്ന് പറയുന്നത്. ശത്രു എവിടെയെങ്കിലും ഈ മനുഷ്യനെ ഒന്ന് കിട്ടിയാൽ ആ കിട്ടുന്ന നിമിഷം തന്നെ വകവരുത്താൻ വേണ്ടി ആമേൻ അരയും തലയും മുറുക്കി നടക്കുന്ന ഒരു കാലഘട്ടം. ഇതാ ശൗലിൻ ആമേൻ കയ്യിൽ നിന്നുമൊക്കെ രക്ഷപ്പെട്ട ഈ ദാവീദ് തന്നെ കാത്തിരിക്കുന്ന ശത്രുവിന്റെ കയ്യിൽ ചെന്നുപെട്ടു. അതിന്റെ ഹെഡിങ് ഒന്ന് വായിക്കാമോ? ഹെഡിങ് ഒന്ന് വായിച്ചേ. ഒന്നാമത്തെ വാക്യം. ദാവീദ് അബിമേലെക്കിന്റെ മുമ്പിൽ വെച്ച് ബുദ്ധിപൂർവ്വം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ അബിമേലെക്ക് എന്ന് പറയുന്ന ജാതീയ രാജാവ് ദാവീദിനെ കാണാൻ കിട്ടാൻ കൊതിച്ചു നടക്കുകയാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളൊക്കെയും തനിക്കും കൂട്ടർക്കും തലവേദനയായി ശത്രു സൈന്യത്തെ മുഴുവൻ വകവരുത്തി എവിടെയെങ്കിലും ആർക്കെങ്കിലും ആമൻ ദാവീദിന് മുമ്പിൽ നിൽക്കാൻ ഒരു ധൈര്യമില്ലാതെ വിശുദ്ധ ബൈബിൾ തന്നെ പറയുന്നു, ശൗലിന്റെ ഗ്രഹം മേൽക്കുമേൽ ബലപ്പെട്ടും ദാവീദിന്റെ ഗ്രഹം മേൽക്കുമേൽ ബലപ്പെട്ടും ശൗലിന്റെ ഗ്രഹം മേൽക്കുമേൽ ക്ഷയിച്ചും പോന്നിരുന്നു. അങ്ങനെ ദാവീദ് ബലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കൾ ഒന്നടങ്കമാം ആഗ്രഹിച്ചു, എന്നെങ്കിലും ഒരു ദിവസം ഇവനെ എൻ്റെ കയ്യിൽ, ഞങ്ങളുടെ കയ്യിൽ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. കാരണം അവൻ ഒരു മനുഷ്യന് ഇവന് മുമ്പിൽ നിൽക്കാൻ കഴിയുന്നില്ല. കാരണം അതിൻ്റെ ഒറ്റ കാരണം ഇതാണ്, ദാവീദിന്റെ കൂടെ എല്ലാ കാലത്തും ദൈവമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ 2 ദിവസങ്ങൾക്ക് മുമ്പ് ബഹറിൽ വെച്ച് നടന്ന ഒരു ലീഡേഴ്സ് മീറ്റിംഗിൽ പ്രസംഗിക്കാനെടുത്ത ഒരു വാക്യം ദാവീദിന്റെ ചരിത്രമാണ്. ദാവീദിന്റെ തലമുറയിൽ ദാവീദ് യഹോവയുടെ ആലോചന പ്രകാരം ശുശ്രൂഷ ചെയ്തു. എങ്ങനെ തനിക്ക് അത് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ, ദാവീദ് ഇപ്പുറത്തും അപ്പുറത്തേക്കൊരു കല്ല് മാറ്റിയിടണമെങ്കിൽ ദൈവത്തോട് ആലോചന ചോദിക്കുമായിരുന്നു. ഈ പരീക്ഷയെ ഞാൻ പിന്തുടരണമോ? ആ ശത്രുവിന്റെ പുറകെ ഞാൻ പോകണമോ? ആ ശത്രുവിനോട് ഞാൻ യുദ്ധം ചെയ്യണമോ? ദൈവം ആലോചന കൊടുക്കുമായിരുന്നു, പോകാനും പോകണ്ട എന്ന് പറയാനും. അങ്ങനെയുള്ള ദാവീദിന് വൻ വിജയങ്ങൾ ദൈവം കൈവരിച്ചു. ഇതാ ഒരു സുപ്രഭാതത്തിൽ എങ്ങനെയോ ശത്രു രാജ്യത്തിന്റെ കയ്യിൽ ദാവീദ് ചെന്നപ്പെട്ടു. അവിടുത്തെ രാജാവായ അബിമേലെക്കിന്റെ മുമ്പിലേക്ക് ദാവീദിനെ ചങ്ങലയിട്ട് വലിച്ചിഴച്ച് രാജകൊട്ടാരത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞിട്ടു. അവർക്കറിയാം, അവൻ ദാവീദിനെ നാളുകളെ കൊല്ലാൻ കാത്തിരിക്കുന്ന ശത്രുവിന്റെ മുമ്പിലേക്ക് ദാവീദിനെ കിട്ടിയപ്പോ അവരെല്ലാം പാട്ടുപാടി. നിങ്ങൾക്കറിയാം, ന്യായാധിപന്മാരുടെ പുസ്തകത്തിനകത്ത് ശിംശോൻ ഒരു ദിവസം
ആത്മനിറവിൽ അവൻ പട്ടണത്തിലേക്ക് ചെന്ന് ശത്രു രാജ്യത്തിന്റെ മെയിൻ ഡോറും കറ്റലയും കതകുമെല്ലാം ഇളക്കി പറിച്ചെടുത്ത് തോളത്ത് വെച്ച് കൊണ്ടുപോയി മലഞ്ചെരുവിലിട്ട് കളഞ്ഞു. താൻ പറിച്ചു കൊണ്ടുപോയ ആ ഡോറിന്റെ സ്തോത്രം വെയിറ്റ് ഏകദേശം 60 ടൺ വെയിറ്റ് ഉള്ളതായിരുന്നു. അത് ഒരു കൈ കൊണ്ട് പറിച്ചെടുത്ത് തോളത്ത് വെച്ച് കൊണ്ടുപോയി. ഈ കളഞ്ഞ മനുഷ്യനെ ഒരു ദിവസം കിട്ടാൻ അവർ കാത്തിരുന്നു. ദൈവകൃപ നഷ്ടപ്പെട്ടു പോയ ശിംശോനെ അവരുടെ കയ്യിൽ കിട്ടി. അവിടെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി മാവ് പിടിപ്പിച്ചു. എന്നാൽ ദൈവിക ബന്ധത്തിൽ നിന്നും അറ്റുപോകാത്ത ദാവീദിനെ ശത്രുവിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ദൈവം ഒരു ചിന്തയിട്ട് കൊടുത്തു. ആ ചിന്ത ഇതായിരുന്നു: അല്പം ബുദ്ധിഭ്രമം നീ കാണിക്കുക. Praise the Lord. അല്പനിമിഷം കൊണ്ട് തന്റെ മുടിയെല്ലാം ചിപ്പിപ്പറിച്ച് അല്പമായി വായിൽ നിന്നും തുപ്പലുകളെല്ലാം താഴത്തോട്ട് ഒലിപ്പിച്ച് ഒരു മുഴുപ്രാന്തനെ പോലെ ദാവീദ് അവിടെ മുമ്പിൽ അഭിനയിക്കാൻ തുടങ്ങി. ഈ അബിമേലെക്കിന്റെ രാജാവിന്റെ മുമ്പിലേക്ക് വലിച്ചിഴച്ച് മുന്നിൽ കൊണ്ടുവന്നിരിക്കുമ്പോൾ മുടിയൊക്കെ പറിച്ച് കീറി വായിൽ നിന്ന് തുപ്പലെല്ലാം ഒളിപ്പിച്ച് നിൽക്കുന്ന ദാവീദിനെ കണ്ടപ്പോൾ അബിമേലെക്കിന് തോന്നി, ഇവൻ മുഴുപ്രാന്തനാണ്. താൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഇവിടെ പ്രാന്തന്മാരില്ലാഞ്ഞിട്ടാണോ ഈ പ്രാന്തനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇവനോട് നമുക്ക് വൈരാഗ്യമുണ്ടായിരുന്നു, ഇവനെ കൊല്ലാൻ വേണ്ടി നമ്മൾ കരുക്കൾ നീക്കിയിരുന്നു. എന്നാൽ എന്ത് ചെയ്യാം? ഇവന്റെ ദൈവം ഇവന് പ്രാന്ത് പിടിപ്പിച്ചു, കൊണ്ടുപോയി പുറത്തു കള എന്ന് പറഞ്ഞ് അവരെല്ലാം കൂടി പുറത്തു കൊണ്ടുവന്ന് അബിമേലെക്കിന്റെ കൊട്ടാരത്തിന് വെളിയിൽ കൊണ്ടുവന്ന് ഒരു മലഞ്ചെരുവിലേക്ക് ദാവീദിനെ കൊണ്ടുപോയി കളഞ്ഞു. അവൻ ശത്രു സൈന്യം പുറകോട്ട് പോയപ്പോൾ ദാവീദ് എഴുന്നേറ്റ് ആ മുടിയെല്ലാം ഒന്നുകൂടി നേരെ വെച്ച് ദൈവത്തെ പാടി സ്തുതിച്ച സങ്കീർത്തനമാണ് 34-ാം സങ്കീർത്തനം. ഇതെന്തിനാ ഇന്ന് പകൽ അവൻ ദൈവദാസൻ ഇവിടെ വായിച്ചതെന്നറിയത്തില്ല. ഒരു കാര്യം ആത്മാവിൽ ഞാൻ നിന്നോട് പറയാ: രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവ പൈതലേ, ദുഷ്ടന്റെ ആശ നശിക്കുമാറ് ദൈവത്തിന്റെ കരത്തിന്റെ വല്ലഭത്ത് നിനക്ക് വേണ്ടി ദൈവം നീട്ടുമെന്ന് പരിശുദ്ധാത്മാവിന്റെ ആലോചന പറയുമ്പോൾ വിശ്വസിക്കുന്ന എത്ര ദൈവ കുഞ്ഞുങ്ങളുണ്ട്? അവർ കരമടിച്ചിന്ന് പകൽ ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ചിലയിടത്ത് ചില സ്ഥാനത്ത് നീ ഒരു മുഴുപ്രാന്തനെ പോലെ, ഒന്നും അറിയാത്തവനെ പോലെ, ഒരു കുഞ്ഞു പൈതലിനെ പോലെ നീ ദൈവത്തിന്റെ അരുളപ്പാടി ചലിക്കുമ്പോൾ മറുഭാഗത്തൊരു വൻ വിജയം തരുന്ന ഒരു ദൈവം ഇന്ന് പകൽ എനിക്കും നിനക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ദൈവജന കരമടിച്ച ദൈവത്തിന് നന്ദി പറ. എന്നിട്ട് പറ: അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ശത്രുവിന്റെ മുമ്പിൽ ലജ്ജിക്കാൻ ഇടയാക്കിയില്ല. അബിമേലെക്കിന്റെ മുമ്പിൽ ലജ്ജിക്കാൻ ഇടയായില്ല. ഒരു ശത്രുവിന്റെ മുമ്പിലും എന്റെ മുഖം ലജ്ജിപ്പാൻ ദൈവം ഇടയാക്കുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ആ വാക്യത്തിൽ നിന്ന് വളരെ ചിന്തിപ്പിച്ചൊരു വാക്യമാണ് 17-ാമത്തെ വാക്യം. ഒന്നുകൂടി വായിക്കാമോ? നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. എല്ലാവരുടെയും നിലവിളിയിൽ വിടുവിക്കുന്നൊരു ദൈവമല്ല ദൈവം. നീതിമാന്റെ നിലവിളിയിൽ ഇറങ്ങി വരുന്നൊരു ദൈവം. സന്തോഷമുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ സകല കഷ്ടങ്ങളിൽ നിന്നും അവരെന്ത് ചെയ്തു? വിടുവിച്ചു. അങ്ങനെ വിടുവിക്കുന്നൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഈ തിരുവചനത്തിനകത്തുനിന്ന് ചില ആലോചനകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോവുകയാണ്. വായിക്കാം നമുക്ക്. റോമാലേഖനം 7-ാം അധ്യായം 24-ാമത്തെ വാക്യം. റോമാലേഖനം 7-ാം അധ്യായം 24-25 വാക്യം. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഒരു ചോദ്യമാണ്. നീതിമാൻ നിലവിളിച്ച് യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. അവൻ 34-ാം സങ്കീർത്തനത്തിൽ നിലവിളിച്ചാൽ വിടുവിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് ഇവിടെ ദാവീദ് പറയുന്നു. പുതിയ നിയമം റോമാലേഖനം 7-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ
പൗലോസ്ലീഹ പറയുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? 34 നിലവിളിച്ചാൽ വിടുവിക്കും എന്ന് ദാവീദ് എഴുതി വെച്ചിരിക്കുമ്പോൾ പുതിയ നിയമത്തിലെ അപ്പോസ്തലനായ പൗലോസ് 14 ലേഖനങ്ങൾ കൊണ്ട് തിരുസഭയെ അലങ്കൃതമാക്കിയ, അനുഗ്രഹമാക്കി തീർത്ത അഭിഷിക്തനായ പൗലോസ് അവൻ ഉറക്കെ ചോദിക്കുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നെ ആർ വിടുവിക്കും? സ്തോത്രം ചെയ്യാൻ പറ്റുമോ ദൈവമക്കളെ? നിങ്ങൾ എല്ലാവരും ആ റോമാലേഖനത്തിലേക്കൊന്ന് നോക്കിയാൽ നമുക്ക് ചില കാര്യങ്ങൾ അവിടെ കാണാൻ കഴിയും. അതിന്റെ 7-ാം അധ്യായം ന്യായപ്രമാണത്തിന്റെ ദൗർലഭ്യത്തെ കുറിച്ചാണ് 7-ാം അധ്യായം പഠിപ്പിക്കുന്നത്. റോമാലേഖനം വളരെ ആഴമായി പഠിപ്പിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. എങ്കിലും 1-2 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി പറയാം. റോമാലേഖനം 7-ാം അധ്യായം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ന്യായപ്രമാണത്തിന്റെ ദൗർലഭ്യം, ന്യായപ്രമാണത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായതയുടെ ഒരു കാര്യമാണ് റോമാലേഖനം 7-ാം അധ്യായം 1-ാമത്തെ വാക്യം. 2, ഭാര്യ-ഭർത്തൃ ബന്ധത്തെ ന്യായപ്രമാണമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ആ അധ്യായം തുടങ്ങുന്നത്. 2 കാര്യം ഞാൻ പറഞ്ഞു. റോമാലേഖനം 7-ാം അധ്യായം ന്യായപ്രമാണത്തിന്റെ ദൗർലഭ്യം ചൂണ്ടിക്കാണിക്കുന്നു. 2, ഭാര്യ-ഭർത്തൃ ബന്ധത്തെ ന്യായപ്രമാണമായി ബന്ധിപ്പിച്ചുകൊണ്ട് ആ അധ്യായം കാണിക്കുന്നു. ഇനി ഈ അധ്യായത്തിന്റെ അവസാനം 24-25 ആമേൻ ഒരു നിസ്സഹായന്റെ നിലവിളിയാണ് അവസാനത്തെ വാക്യം. മനസ്സിലായി കാണുമല്ലേ? 7-ാം അധ്യായം ന്യായപ്രമാണത്തിന്റെ ദൗർലഭ്യമാണെങ്കിൽ ഭാര്യ-ഭർത്തൃ ബന്ധം ന്യായപ്രമാണവുമായിട്ട് കണക്ട് ചെയ്താണ് പൗലോസ് പഠിപ്പിക്കുന്നതെങ്കിൽ, ന്യായപ്രമാണത്തിന് ചെയ്യാൻ കഴിയാത്ത, ന്യായപ്രമാണത്തിന് വിടുവിക്കാൻ കഴിയാത്ത, ന്യായപ്രമാണ യുഗത്തിൽ ജീവിച്ച് ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ചൊരു മനുഷ്യൻ ന്യായപ്രമാണത്തിൽ, എൻ്റെ ഭാഷ പറഞ്ഞാൽ ബൈനർക്കുലർ വെച്ച് അവൻ സൂക്ഷ്മമായി പരിശോധിച്ചു, ഈ ന്യായപ്രമാണത്തിൽ എന്നെ വിടുവിക്കാൻ ഏതെങ്കിലും ഒരു ലൂപ്പ് പോയിന്റ് ഉണ്ടോ, ഒരു സാധ്യതയുണ്ടോ? അവൻ സൂക്ഷ്മമായി പൗലോസ് ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ചിട്ടും പൗലോസിനെ അവൻ വിടുവിക്കുവാൻ കഴിവുള്ള ഒരു മനുഷ്യനെയും ന്യായപ്രമാണത്തിൽ പൗലോസ് കണ്ടില്ല. എത്ര പേർക്ക് ദൂത് മനസ്സിലായെന്നറിയില്ല. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണം വള്ളിപുള്ളി തെറ്റാതെ അരച്ച് കലക്കി കുടിച്ച ഈ മനുഷ്യൻ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നെ വിടുവിക്കാൻ ന്യായപ്രമാണത്തിന് ഒക്കുമോ എന്ന് കരുതി വളരെ സൂക്ഷ്മമായി പരിശോധിച്ചിട്ടും ന്യായപ്രമാണത്തിൽ വിടുതൽ പ്രാപിപ്പാൻ ഒരൊറ്റ വള്ളിയെങ്കിലും പൗലോസ് കാണാതിരിക്കുമ്പോൾ 25-ാം വാക്യത്തിൽ പൗലോസ് ഒരാളെ കണ്ടെത്തി. ആരാണ് ആ വ്യക്തി? വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എത്ര പേർക്ക് ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയോ? ഈ വാക്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ കർത്താവിനും നന്ദി പറയണം, അല്ലേ? അവൻ 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 24-ാം വാക്യം വരെ തന്നെ പാപശരീരത്തിൽ നിന്ന് വിടുവിപ്പാൻ, അകത്യത്തിൽ നിന്ന് വിടുവിക്കാൻ, പാപത്തിന്റെ കെട്ടുകളകത്തുനിന്ന് വിടുവിപ്പാൻ ഒരൊറ്റ മനുഷ്യനെ ന്യായപ്രമാണത്തിൽ പരിശോധിച്ചിട്ട് കണ്ടില്ല. നിങ്ങൾ എന്നോടൊപ്പം വരുമെങ്കിൽ ഒരു സത്യം കൂടി ഞാൻ വിളിച്ചു പറയാ. എബ്രായ ലേഖനം 11 ഇപ്പൊ വായിക്കണ്ട, വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. പഴയ നിയമ വിശുദ്ധന്മാരുടെ പട്ടികയുണ്ട്. അബ്രഹാം അവിടെയുണ്ട്, ദാവീദ് അവിടെയുണ്ട്, ശമൂവേൽ അവിടെയുണ്ട് എന്ന് വേണ്ട. അവൻ ദാനിയേലുണ്ട്, ശദ്രക്കുണ്ട്, മേശക്കുണ്ട്, അവൻ എല്ലാ അഭിഷിക്തന്മാരും പഴയ നിയമ വീരന്മാരുണ്ടായിട്ടും ആ ന്യായപ്രമാണത്തിലെ ഒരു വീരന്മാർക്കും തന്നെ വിടുവിക്കാൻ കഴിയാതിരിക്കുമ്പോൾ പൗലോസ് ഒരാളെ കണ്ടുമുട്ടി. ആരാന്നറിയാമോ? കർത്താവായ യേശുക്രിസ്തു. ഇന്ന് പകൽ വേളയിൽ ആരാധിക്കേണ്ട ദൈവജന ആരാധിക്കാൻ തയ്യാറായിക്കോ. ലോകത്ത് ഒരു മനുഷ്യന് വിടുവിക്കാൻ കഴിയാത്ത ഏതെങ്കിലും സാഹചര്യമുണ്ടെങ്കിൽ നിന്നെയും എന്നെയും വിടുവിപ്പാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് പകൽ ജീവനോടെ ഉണ്ട്. അവന്റെ പേരെത്ര? കർത്താവായ യേശു ക്രിസ്തു. കരമടിച്ച ദൈവത്തെ ആരാധിച്ചിട്ട് പറ. ന്യായപ്രമാണത്തിന്റെ ദൗർലഭ്യം 7-ാം അധ്യായത്തിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ, ന്യായപ്രമാണത്തിന് വിടുവിക്കാൻ കഴിയാതിരിക്കുമ്പോൾ എന്നെയും എന്റെ കുടുംബത്തെയും ഉദ്ധരിക്കാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി ഉലകത്തിൽ ഉണ്ടെങ്കിൽ അവന്റെ പേര് ദൈവസഭ ഒരുമിച്ച് പറ. കർത്താവായ യേശു ക്രിസ്തു. ശബ്ദമുയർത്തി പറ. അവന്റെ പേരൊന്ന് പറ.
ഒരു നിസ്സഹായന്റെ നിലവിളി. ആമേൻ. കർത്താവിൻദാസൻ റോബിൻസ് വർഷേ, ഞാൻ ഒരു കാര്യം പറയാം. ആമേൻ. സാധാരണ ഒരു മനുഷ്യനല്ല നിലവിളിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. കർത്താവിൻദാസൻ ഈ വാക്യം വായിക്കുമ്പോൾ എൻ്റെ ചിന്ത വേഗത്തിൽ ഓടിയത് ഇങ്ങനെയാണ്: ഞാൻ നിലവിളിച്ചു എന്ന് പറഞ്ഞാൽ അതിനകത്ത് കാര്യമൊന്നുമില്ല. ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ച മനുഷ്യൻ, അന്നത്തെ ന്യായപ്രമാണത്തിന്റെ വക്താവായ ഗമാല്യൻ എന്ന് പറയുന്ന തിയോളജിയനായ വലിയ ഗുരുവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ന്യായപ്രമാണം പഠിച്ച മനുഷ്യൻ ഏത് പട്ടപ്പകലും ഏത് അർദ്ധരാത്രിയിലും തട്ടി ഉണർത്തിയിട്ട് പൗലോസേ, ആ തിരുവചനത്തിന്റെ ആഴമെന്തെന്ന് ചോദിച്ചാൽ ന്യായപ്രമാണം മുഴുവൻ കണ്ണടച്ചു പറയുന്ന ഈ മനുഷ്യൻ പറയുന്നു, എന്നെ വിടുവിപ്പാൻ ന്യായപ്രമാണത്തിൽ ആരെയും ഞാൻ കണ്ടില്ല. എന്നിട്ട് അവസാനം പുള്ളി സ്തോത്രം ചെയ്യുന്നു, ഒരു സ്തുതി ചെയ്യുന്നു. എന്തിനാ പൗലോസ് ഇത്രയും സ്തോത്രം ചെയ്യുന്നത്? എന്നെ വിടുവിക്കുന്ന ഒരാളെ ഞാൻ കണ്ടു. ഇരു കള്ളന്മാരുടെ നടുവിൽ അവൻ വിലാപ്പുറം കുത്തി തുറന്ന് രണ്ട് കൈകളും കാലുകളും ആടിയടിക്കപ്പെട്ട് എനിക്ക് വേണ്ടി മാറു തുറന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ കണ്ടു. അവനാണ് എന്റെ വിടുതൽ. എന്നെ വിടുവിക്കുന്നവൻ അവനാണ്. എന്നെ അവൻ അനുഗ്രഹിക്കുന്നവൻ അവനാണ്. താങ്ക് യു ജീസസ്. ദൈവമക്കളെ, ഇതിന് ഈ പൗലോസ് പറയുന്ന ഈ വാക്യം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പൗലോസ് പറഞ്ഞ റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. റോമാക്കാരുടെ ശിക്ഷാ നിയമ നടപടിക്രമം ഈ വാക്യത്തിനകത്തുണ്ട്. ഗവൺമെന്റ് ശിക്ഷിച്ച ഒരു ശിക്ഷാ നിയമമുണ്ട്. എന്താണെന്നറിയാമോ? ഒരുവൻ തെറ്റ് ചെയ്താൽ അവനെ ഇരുട്ടുള്ള ഒരു മുറിക്കകത്തേക്ക് കയറ്റും, വെളിച്ചമില്ലാത്ത മുറിക്കകത്തേക്ക് അവനെ കൊണ്ടുവരും. എന്നിട്ട് അവനെ മരിച്ച പച്ച മനുഷ്യൻ അല്ലെങ്കിൽ മരിച്ച ഡെഡ് ബോഡിയോട് അവന്റെ ശരീരം ചേർത്ത് കെട്ടും. ആമേൻ. ജീവനുള്ളവനെ മരിച്ച ശവശരീരത്തോട് ചേർത്ത് കെട്ടും. എന്നിട്ട് വെളിച്ചമില്ലാത്ത അവൻ ഒരു ഇരുട്ട് മുറിയിൽ കൊണ്ടുപോയി അവനെ അടച്ചിടും. ദിവസങ്ങൾ കഴിയുമ്പോൾ അവൻ മരിച്ച ശവശരീരത്തിൽ വലിഞ്ഞു മുറുക്കിയ ജീവനുള്ള ശരീരത്തിലേക്ക് മരണത്തിന്റെ ദുർഗന്ധമടിക്കാൻ തുടങ്ങും. അല്പസമയം കഴിയുമ്പോൾ ഈ മരിച്ച ഡെഡ് ബോഡി അളിഞ്ഞ് ചീഞ്ഞ് അവൻ ഈ ശരീരത്തിൽ കൂടി ഒഴുകിയിറങ്ങാൻ തുടങ്ങും. അങ്ങനെ അവൻ ഇരുട്ടുമുറിക്കകത്ത് ശവശരീരത്തോട് ചേർത്ത് കെട്ടുന്ന മനുഷ്യനെ അന്നത്തെ റോമാക്കാർ വിളിച്ച വിളിയാണ് അരിഷ്ട മനുഷ്യൻ. മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പൊ നിങ്ങൾക്ക് പിടുത്തം കിട്ടിയോ? അരിഷ്ട മനുഷ്യനെന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ഭാഗം ജഡവും മറ്റേ ഭാഗം ജീവൻ തുടിക്കുന്ന ശരീരവും. ഇങ്ങനെയുള്ള മനുഷ്യനെ അരിഷ്ട മനുഷ്യനെന്ന് വിളിച്ചെങ്കിൽ പൗലോസ് തന്നെ കാണിച്ചിട്ട് പറയുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനാ. എന്താണ് മനസ്സിലായോ? ഒരു ഭാഗത്ത് ജീവൻ തുടിക്കുമ്പോഴും മറുഭാഗത്ത് പക്ക ജഡീകനായി, ജഡത്തിന്റെ ചിന്തയുമായി, ജഡത്തിന്റെ കാഴ്ചപ്പാടുമായി, ജഡത്തിന്റെ മനോവികാരങ്ങൾക്ക് അടിമപ്പെട്ട് അവൻ ഇപ്പുറത്ത് നോക്കിയാൽ വിശ്വാസിയ, ഇപ്പുറത്ത് നോക്കിയാൽ ആഭരണമില്ല, അപ്പുറത്ത് നോക്കിയാൽ വെള്ളമാ, പക്ഷേ ഇപ്പുറത്ത് പക്ക ജഡവുമായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ നോക്കിയിട്ട് പൗലോസ് പറയുന്നു, അവൻ അരിഷ്ട മനുഷ്യൻ. അരിഷ്ട മനുഷ്യൻ. സ്തോത്രം. കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തൊന്ന് പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. പഴയ നിയമത്തിൽ 12 ഗോത്രങ്ങളിൽ ഒരു ഗോത്രത്തിന്റെ പേര് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അവന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എഫ്രയീം. ആരാണ്? എഫ്രയീം എന്ന് പറയുന്ന ഒരു ഗോത്രമുണ്ട്. ആ ഗോത്രത്തിന് മറ്റൊരു പേര്, ഒരു നാമകരണം കർത്താവ് കൊടുത്തിട്ടുണ്ട്. എന്നാണ് അതിൻ്റെ മറിച്ചിടാത്ത ദോശ. എഫ്രയീം, മറിച്ചിടാത്ത ദോശ. 12 ഗോത്രമുള്ളതിൽ ഒരു ഗോത്രമാണ് എഫ്രയീം. എഫ്രയീമിന് തമ്പുരാൻ കൊടുത്തൊരു പേരുണ്ട്, മറിച്ചിടാത്ത ദോശ. എന്താണ് അങ്ങനെ പറയാൻ കാര്യം? ഒരു സൈഡ് മാത്രം വെന്തത്, മറ്റേ സൈഡ് വേകാത്തത്. അവൻ ഇന്ന് പെന്തക്കോസ്തുകാരിൽ 99% എഫ്രയീമാണ്. ഒരു സൈഡ് വെന്തിട്ടുള്ളൂ, മറ്റൊരു സൈഡ് വെന്തിട്ടില്ല. കാര്യം വന്നാൽ, വിഷയം വന്ന, പ്രശ്നം വന്നാൽ വേഗാത്ത സൈഡ് വെച്ച് ആയുധമെടുക്കാൻ
വേഗാത്ത സൈഡ് വെച്ച് എന്തും ഏതും പറയാൻ മടിയില്ലാത്ത എഫ്രീമിന്റെ കാലഗതി വെച്ചിട്ടാണ് പുതിയ നിയമത്തിൽ വരുമ്പോൾ അരിഷ്ട മനുഷ്യൻ എന്ന് പറയുന്നത്. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? പഴയ നിയമത്തിലെ എഫ്രീമും പുതിയ നിയമത്തിലെ സ്തോത്രം അരിഷ്ട മനുഷ്യനും ഒന്ന് തന്നെയാണ്. ഒരു സൈഡ് എന്ത് ചെയ്തിട്ടുള്ളൂ? ബന്ധട്ടുള്ളൂ. ഒരു സൈഡേ ബന്ധട്ടുള്ളൂ. പക്ഷെ പൗലോസ് പറയുന്നു, ഞാനൊരാളെ കണ്ടു. ആരെയാ കണ്ടത്? ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു അവസാനം ഒരു തിരിച്ചറിവുണ്ടാകുന്നു. ആ തിരിച്ചറിവ് ഇതാണ്: ഇതിനകത്തുനിന്നെല്ലാം എന്നെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഒരു ദൈവമുണ്ട്. എല്ലാവരും സന്തോഷത്തോടെ ആമേൻ പറഞ്ഞേ. ഒരു ദൈവമുണ്ട്, ഒരു ദൈവമുണ്ട്. സഭ ഒരുമിച്ച് സൂമിലൂടെ യൂട്യൂബിലൂടെ കേൾക്കുന്ന എല്ലാ ദൈവജനവും കരമുയർത്തിക്കൊണ്ട് വേണം. ആ കർത്താവിൻ്റെ പേരാണ്, ആ ദൈവത്തിൻ്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. 25-ാം വാക്യം വായിച്ചേ. 25-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം. 24-ാം വാക്യത്തിൽ നിലവിളിച്ച മനുഷ്യൻ ഇപ്പോൾ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ദൂത് മനസ്സിലാകുന്നുണ്ടോ? 24-ാം വാക്യത്തിൽ അയ്യം വിളിച്ച ഈ മനുഷ്യൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? സ്തോത്രം ചെയ്യുന്നു. ഈ സ്തോത്രം വരുന്നത് എപ്പോഴാണെന്നറിയാമോ? ആമേൻ. വിടുതൽ പ്രാപിക്കേണ്ട രക്ഷകന്റെ വിടുതൽ കാണുമ്പോഴാണ്. കർത്താവിന് നല്ലൊരു സ്തോത്രം എന്ന് പറഞ്ഞേ. ആമേൻ. ആമൻ. നിലവിളിച്ച് 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 വിടിവിക്കാൻ ആരുമില്ല എന്നുള്ള നിലവിളിയുടെ ഒടുവിൽ താൻ ഒരാളെ കണ്ടുമുട്ടി. കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ താൻ സ്തോത്രം ചെയ്യാൻ മറന്നില്ല. ഇന്ന് രാത്രിയിൽ നിങ്ങളെ വിടുവിച്ച ദൈവമാണെന്ന് മനസ്സിലായാൽ സ്തോത്രം ചെയ്യാൻ മടി കാണിക്കരുത്. നിങ്ങളെ വിടുവിച്ചത് ദൈവമാണെന്ന് മനസ്സിലായാൽ സ്തുതിക്കാൻ മടി കാണിക്കരുത്. നിങ്ങളെ അനുഗ്രഹിച്ച ദൈവമാണെന്ന് മനസ്സിലാക്കിയാൽ ആരാധിക്കാൻ മടി കാണിക്കരുത്. ഇന്ന് പകൽ വേളയിൽ ഒരൊറ്റ ദൈവത്തെ കുറിച്ച് ഞാൻ പറയുന്നു. എന്നെയും നിങ്ങളെയും വിടുവിക്കുന്ന ഒരു സർവശക്തനായ ദൈവം, അവൻ വിടുവിക്കാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവം. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിനകത്ത് ഒരു വേദവാക്യമുണ്ട്. ഒന്നെടുത്ത് പുറപ്പാട് പുസ്തകം 6-ാമത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിക്കും. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 3-ാമത്തെ വാക്യം. ശമൂവേൽ പറയുന്നു, അന്യ ദൈവങ്ങളെ നിങ്ങൾ നീക്കിക്കളഞ്ഞാൽ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഞാൻ നിങ്ങളെ വിടുവിക്കും. വായിച്ചേ. ഒന്ന് ശമൂവേൽ 7-ാം അധ്യായം 3-ാമത്തെ വാക്യം. അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും യഹോവയിലേക്ക് തിരിയുന്നുവെങ്കിൽ നിങ്ങൾ തിരിയുന്നുവെങ്കിൽ അന്യ ദൈവങ്ങളെയും അസ്തോര പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിയുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവിൻ. അടുത്തത്, എന്നാൽ അവൻ നിങ്ങളെ എന്ത് ചെയ്യും? ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുമെന്ന് പറഞ്ഞു. ആമേൻ. ആരെ ദൈവം വിടുവിക്കും? അന്യ ദൈവങ്ങളെ നീക്കുന്നവനെ ദൈവം വിടുവിക്കും. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കുന്നവനെ ദൈവം വിടുവിക്കും. അസ്തോരത്ത് പ്രതിഷ്ഠകളെയും സ്തോത്രം അരുതാത്ത ബിംബങ്ങളെയും അരുതാത്ത ചിന്തകളെയും ഒക്കെ മാറ്റിവെക്കുന്നവനെ ദൈവം വിടുവിക്കും. ഈ വചനം വിശ്വസിക്കണം കേട്ടോ. എങ്ങനെയെങ്കിലും ജീവിച്ച് ഏതെങ്കിലുമൊക്കെ നിലയിൽ ജീവിച്ച് എന്നെ ദൈവം വിടുവിക്കുന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു പരാതിയും ഉണ്ടാകരുത്. ഇതൊക്കെ ചെയ്താൽ നിന്നെയും ദൈവം വിടുവിക്കും. സ്തോത്രം. ഒരാൾ ഒരിക്കൽ എന്നോടൊരു പരാതി പറഞ്ഞു. ആ പരാതി പബ്ലിക്കിൽ ഞാൻ പറയുകയാണ്. എന്നോട് പുള്ളി നേരിട്ട് പറഞ്ഞു, പാസ്റ്റർ വിരോധം ഒന്നും തോന്നരുത്. ഞാൻ പറഞ്ഞു ഒറ്റ വിരോധമേ ഉള്ളൂ, നിങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്, ഞങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, അനുഗ്രഹിക്കപ്പെടുന്നില്ല. അതെന്താ പാസ്റ്റർ കാര്യം? ഞാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, സൂക്ഷ്മമായി ജീവിതം ഒന്ന് പരിശോധിച്ചാൽ മതി. അന്നു മുതൽ ഞാൻ പല അനുഗ്രഹങ്ങളും കിട്ടിയാലും ഇവിടെ എന്ത് ചെയ്യാറില്ല, പറയാൻ പേടിയാ. അപ്പൊ എന്നോട് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കുന്നുണ്ട്, അതെന്നാ പറയാത്തതെന്ന്. ഞാൻ പറഞ്ഞു, എങ്ങനെ പേടിച്ചിട്ടാ പറയാത്ത? എൻ്റെ എറണാകുളത്തുള്ള വീട് സ്ഥലവും ഞാൻ വിറ്റു. കഴിഞ്ഞ ദിവസം കച്ചവടമായി. ആമേന്മാരോട് 5 സെന്റ് സ്ഥലം മേടിച്ചു. ദൈവം എന്ന് വെച്ചാൽ അടുത്ത ആഴ്ച അവിടെ ഒരു വീട് പണി തുടങ്ങിയ. ഇത് പറയാൻ പേടിയാന്നേ.
പറയാൻ പേടിയാ. എന്നാന്നറിയോ? പറഞ്ഞു കഴിയുമ്പോൾ അവർ ചോദിക്കും എന്നാ ഭാഷ ഞങ്ങളാണ് ഈ കോവിഡ് കാലത്ത് ഈ ആർക്കും ജോലിയും വേലയില്ലാത്ത സമയത്ത് ഇതെന്താ ഈ ഭാഷ ചെയ്ത്? അത് ഞാൻ വിറ്റു. എൻ്റെ ഉണ്ടായ വയറ്റിലെ വീട് ഞാൻ വിറ്റു. കഴിഞ്ഞ ദിവസം കച്ചവടമായി. ആ വീട് കച്ചവടമാക്കി ഞാൻ മരട് ഒരു അഞ്ച് സെന്റും കുറച്ചുകൂടി ഉണ്ട് മേടിച്ചു. ദൈവകൃപയാൽ മതിലൊക്കെ പണിത് കഴിഞ്ഞു. ദൈവകൃപയാൽ അടുത്ത പിന്നാഴത്തെ ആഴ്ചയോ എൻ്റെ സ്വപ്നത്തിലുള്ളൊരു വീട് ഞാൻ അവിടെ പണി ആരംഭിക്കും. ഒരു സ്വത്രം പറ. ഇത് കേൾക്കുമ്പോഴും വേണമെങ്കിൽ ചോദിക്കും പിന്നെയും പുള്ളിയെ അന്വേഷിച്ചു. സ്വത്രം. കോവിഡ് കാലത്ത് മീറ്റിംഗുമില്ല, പലരും വിളിക്കാറുമില്ല, പലരും കൂട്ടായ്മ കാണിക്കാറുമില്ല. എന്നിട്ടും ഇതെങ്ങനെയൊക്കെ നടത്തി എന്ന് ചോദിച്ചാൽ ഒരു കാര്യം പറയാം, നേരോടെ നടക്കാൻ നന്മയ്ക്ക് മുടക്കം വരുത്തത്തില്ല. സകല വഴികളും അടഞ്ഞാലും സ്വർഗത്തിന്റെ വഴി നിനക്ക് വേണ്ടി ദൈവം അടക്കില്ല. അത് തിരിച്ചറിഞ്ഞാണ് ഇന്ന് പകൽ ഈ ദൈവത്തെ പ്രസംഗിക്കുന്നത്. ഒരു മടിയും വേണ്ട കേട്ടോ. നേരെ ചൊവ്വേ ദൈവത്തെ സേവിച്ചാൽ, നേരോടെ ദൈവമുഖം അന്വേഷിച്ചാൽ, എല്ലാ പരിപാടിയും മാറ്റിവെച്ച്, സകല കെടുതികളും മാറ്റിവെച്ച് നീ ദൈവത്തെ മാത്രം സേവിക്കാൻ തുടങ്ങിയാൽ ദൈവം നിനക്ക് നന്മ തരും. നന്മ ദൈവം കൊണ്ടുവന്നു തരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം പറ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസം പൊന്നനോട് ഇങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ സ്തോത്രം. 11 വാടക വീട്ടിൽ ഞാൻ താമസിച്ചു. അതിനുശേഷം ഇവിടെ വന്ന് ഈ ചർച്ചിന് മണ്ടേ താമസിച്ചു. അത് 12ാമത്തെ വീട്. 12ാമത്തെ വീട്ടിൽ നിന്ന് നേരെ കലൂരേക്ക് പോയി. അങ്ങനെ 13ാമത്തെ വീട്. കലൂര് വീട്ടിൽ നിന്ന് നേരെ വൈറ്റില വീട്ടിൽ വന്നു. 14ാമത്തെ വീട്, 15ാമത്തെ വീട്. ഇതെല്ലാം ഓരോ വീടുകൾ വാങ്ങിച്ചും പാർത്തുമൊക്കെ പോയി. എന്നാൽ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഭവനം പണിയാൻ 15ാമത്തെ വീടിലേക്ക് സ്റ്റെപ്പ് വെക്കുന്നു. കർത്താവിന് സ്തോത്രം പറ. എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ആരെന്ത് വേണേലും ചിന്തിച്ചു. പക്ഷെ ഒരു സത്യസന്ധമായിട്ട് ഞാൻ എവിടെയും പബ്ലിക്കിൽ പറയും, ആരുടെ മുമ്പിലും കൈ